Hi friends, welcome back to my YouTube channel. ഇന്ന് ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത്. എന്നെ പോലുള്ള ചെറിയ യൂട്യൂബേഴ്സിന്റെയും അതേപോലെ ടിക്ടോക്ക് വീഡിയോസ് ഒക്കെ ഉണ്ടാക്കുന്നവർക്കൊക്കെ ഉപകാരപ്രദമാവുന്ന ഒരു ഡിവൈസ് ആണ്. അതായത് സെൽഫി റിംഗ് ലൈറ്റ് അല്ലെങ്കിൽ സെൽഫി റിംഗ് ഫ്ലാഷ് ലൈറ്റ് എന്നൊക്കെ പറയും. നമ്മളെ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസിന് കുറച്ച് ലൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്ലാഷ് ലൈറ്റ് ആണത്. അപ്പൊ അതിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുന്നതിന് മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ നോക്കുകയാണെങ്കിൽ എന്റെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഫോൺ ലഭിക്കും. ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. അപ്പൊ ഇതാണ് ആ ഡിവൈസ്. ഓൺലൈൻ വഴി വാങ്ങിയതാണ്. ഇതിന്റെ അൺബോക്സിംഗ് ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പൊ ഇതിന് 3 സ്റ്റെപ്പുകളായിട്ടാണ് വരുന്നത്. നമുക്ക് ഇതിൽ പവർ ബാങ്ക് ഇൻബിൽട്ട് ബാറ്ററി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷെ വന്ന സാധനത്തിൽ ബാറ്ററി ഒന്നും ഇല്ല, ബാക്കപ്പ് ഇല്ല. അതായത് ബാക്കപ്പ് ഇല്ലാത്തൊരു പ്രൊഡക്ട്സ് ആണ്. അപ്പൊ ഞാൻ തൽക്കാലം ഒരു പവർ ബാങ്കിനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതിന്റെ ബാക്കിൽ ഇതിന്റെ ഒരു സ്വിച്ച് വരുന്നത്, അത് നമുക്ക് മോഡ് മാറ്റാനുള്ളതാണ്. ഇപ്പൊ നമുക്ക് കാണിച്ചു തരാം. ഇതിപ്പോ നോർമൽ ചെറിയ ലൈറ്റ്. ഒരു വട്ടം പാട് ഇത് പ്രസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ക്ലാരിറ്റി, ലൈറ്റിന്റെ പ്രകാശം കൂടും. ഒന്നുകൂടി പ്രസ് ചെയ്യുക. ഇതാണ് ഇതിന്റെ മാക്സിമം ലൈറ്റ്. ഓക്കെ, അത് മാക്സിമം വെളിച്ചം ഇതാണ് വരുന്നത്. നമുക്ക് നമ്മുടെ മൊബൈലിന്റെ ബാക്കിലൊക്കെ വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെ ഇതിന്റെ ബാക്കിൽ ക്ലിപ്പ് ഉണ്ട്. ഈ ക്ലിപ്പ് വെച്ചിട്ട് നമുക്ക് മൊബൈൽ കണക്ട് ചെയ്തിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കണ്ടല്ലോ. അപ്പൊ ഇനി നമുക്ക് ഇത് അൺബോക്സ് ചെയ്യുന്ന ചെറിയൊരു ബോക്സ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ നമുക്ക് കാണാം. അപ്പൊ ഇനി ഇതിന്റെ അൺബോക്സിംഗ് ആണ്. ചെറിയ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ആ അൺബോക്സിംഗ് വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് ആദ്യം അൺബോക്സിംഗ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കവറിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്ത്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് തൽക്കാലം ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങാതിരിക്കണം നല്ലത്. എനിക്ക് വന്ന പീസ് ഡാമേജ് കംപ്ലൈൻറ്റ് പീസായിരുന്നു. ബാക്കപ്പ് ഒന്നും ഇല്ലായിരുന്നു. ഞാനൊരു നേരെ ഇവിടെ നിയറസ്റ്റ് മൊബൈൽ ഷോപ്പിൽ പോയപ്പോൾ ആ സമയത്ത് അവരതിൽ നല്ല ഇതിലും ചീപ്പ് റേറ്റിന് എനിക്കിത് ഏകദേശം 350 റേഞ്ചിലാണ് കിട്ടിയത്. പക്ഷെ ഇവിടെ എൻ്റെ നാട്ടിൽ ഇവിടെ 200 രൂപക്ക് സാധനം കിട്ടാനുണ്ട്. ഓക്കെ, അതും ബാക്കപ്പോട് കൂടിയുള്ളത്. എനിക്ക് ബാക്കപ്പ് ഇല്ല ഇതിൽ. ബാറ്ററി കംപ്ലൈൻറ്റ് എന്താവോ ഞാൻ പിന്നെ റിപ്പയറിന് നോക്കിയത്, പിന്നെ ഡാമേജ് ആവും എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒഴിവാക്കിയത്. അപ്പോൾ നമുക്കിത് കവറിൽ നിന്ന് ഓപ്പൺ ചെയ്തു. അതിൽ നല്ലൊരു ഒരു ബബിൾ കവറിൽ നല്ല പ്രൊട്ടക്റ്റ് ആയിട്ടാണ് ഉള്ളത്. നമുക്കത് ഒഴിവാക്കാം. ഓക്കെ, അപ്പം അതിൽ ബോക്സ് ചെറിയൊരു ബോക്സ് ആണുള്ളത്. ഓക്കെ, ഈ ബോക്സ് ഇനി നമുക്ക് ആ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ചൈനയുടെ സാധനമാണ്, അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. സെൽഫി റിംഗ് ലൈറ്റ്. ഓക്കെ, ഇനി ഇത് ബോക്സിൽ എന്തൊക്കെയുള്ളത് നോക്കാം. പാക്കിംഗ് ഒക്കെ വളരെ മോശമായിട്ടുള്ളൊരു പാക്കിംഗ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ബോക്സ് മാത്രമല്ല, അതിൻ്റെ ഉള്ളിലൊന്നും ഇല്ല കാര്യമായിട്ട്. ലൈറ്റും പിന്നെ അതിൻ്റെ ഒരു പവർ കേബിളും മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാൻ ബാക്കപ്പ് ഉണ്ടാവുമെന്ന് കണ്ടാണ് വാങ്ങിയത്. പക്ഷെ വന്ന പീസിന് ബാക്കപ്പ് ഇല്ലെന്ന് ഞാൻ റേറ്റിങ്ങും അതേപോലെ വളരെ ചെറിയ റേറ്റിംഗാണ് കൊടുത്തത്. ഓക്കെ, ആ ബട്ടൺ അതിനുള്ളതാണ്. ശരിക്ക് ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ളതാണ്. പക്ഷെ എനിക്കൊന്നും നടക്കുന്നില്ല. ബാറ്ററിയിൽ എനിക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നില്ല. ഓക്കെ, നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. ജസ്റ്റ് പവർ ബാങ്കിനായിട്ട് കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കാം. ഓക്കെ, 3 അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഉള്ളത് കേട്ടോ. ഓക്കെ, ചാർജിങ് നടക്കുന്നില്ല. അത് ചെറിയ ലൈറ്റ്, പിന്നെ അതിൻ്റെ കുറച്ചൊന്നുകൂടി ബ്രൈറ്റ്, പിന്നെ ഹൈ ബ്രൈറ്റ്, ഇങ്ങനെ 3 മോഡാണുള്ളത്. ഓക്കെ, ശരിക്കും നമ്മൾ വീഡിയോക്ക് ഇതൊന്നും പോരാ കേട്ടോ. ഞാനിപ്പോൾ യൂസ് ചെയ്തപ്പോൾ ഞാൻ അത് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ കൊടുത്തത് ഞാനിത് ഈ ലൈറ്റ് ഓൺ ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഓക്കെ, കുറച്ചുകൂടി വലിപ്പവും ക്ലാരിറ്റി ഉള്ളത് ഉണ്ടാവും, വാങ്ങാൻ കിട്ടും. അത് വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, ഇത് ഫോണിൽ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഇത് അതേപോലെ ക്യാമറ മറയാത്ത രീതിയിൽ അല്ലെങ്കിൽ ഫോണിൻ്റെ താഴെ ഭാഗത്ത് വെച്ചാണ്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ട് അതേപോലെ ഫിനിഷിംഗ് ആയിട്ട് നിൽക്കും. ഇത് കണ്ടില്ലേ? തിരിച്ച് എങ്ങനെയാണ് വേണ്ടത് നമുക്ക് വേണ്ടതേപോലെ വെക്കാം. തിരിച്ചാണെങ്കിൽ തിരിച്ച്, അല്ലെങ്കിൽ ഫ്രണ്ട് ഡിസ്പ്ലേൻ്റെ അടുത്താണെങ്കിൽ ഡിസ്പ്ലേൻ്റെ അടുത്തായിട്ടും വെക്കാം. ഓക്കെ, ലൈറ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ നമ്മൾ കണ്ടു. ഇപ്പൊ ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നത് ആ ലൈറ്റ് വെച്ചിട്ടാണ്.
ഇനി അത് ഇല്ലാതെ നമുക്ക് ആ ലൈറ്റ് ഓഫ് ആക്കിയിട്ടുള്ള എന്റെ വീഡിയോ ക്വാളിറ്റി എങ്ങനെ ഉണ്ട് നോക്കാം. ഇപ്പൊ ആ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ഇവിടുത്തെ ലൈറ്റിന്റെ ഒക്കെ അവസ്ഥ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ നമുക്കൊന്നുകൂടി അത് കണക്ട് ചെയ്യാം. അപ്പൊ കണ്ടില്ല, തിരിച്ച് ഞാൻ ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പം ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താ നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമന്റും ലൈക്കും ചെയ്യണം. അപ്പൊ ഓക്കെ, ബൈ.